students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the fourth lecture on banking and insurance. This lecture is based on banking, which is the first module in the subject banking and insurance for semester 4 students of BCom. In previous lecture, we were discussing about importance or roles of banks in business, and in this lecture, we are going to discuss the topic classification of banks. Banks can be classified into various types on the basis of their functions, ownership, domicile, etc. അതായത് ബാങ്ക്സിനെ നമുക്ക് വേരിയസ് ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ആ ബേസിസ് ഏതൊക്കെയാണ്? ഫങ്ഷൻസ്, ഓണർഷിപ്പ് ആൻഡ് ഡോമിസൈൽ. വേരിയസ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആർ ദ ഫോളോയിങ്. അപ്പോൾ വേരിയസ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഏതൊക്കെയാണെന്ന് ഇനി പറയുന്നു. ഫസ്റ്റ് വൺ ഇസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഓർ ഡെപ്പോസിറ്റ് ബാങ്ക്സ്. Commercial banks accept deposits from the public and lend them mainly to commerce for short periods. സോ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുകയും അത് കൊമേഴ്സിനായിട്ട് മെയിൻലി ഫോർ കൊമേഴ്സ് ഈ മണി ലെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് ലെൻഡ് ഫോർ ഷോർട്ട് പീരീഡ്സ്. ഇറ്റ് ഫിനാൻസ് മെയിൻലി കൊമേഴ്സ്. ദേ ആർ കോൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് മെയിൻലി ഫിനാൻസ് ചെയ്യുന്നത് കൊമേഴ്സിന് വേണ്ടിയാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. It is also called deposit banks as they accept deposits from the public and lend them for a short period. പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുകയും ഫോർ എ ഷോർട്ട് പീരീഡ് അത് ലെൻഡ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡെപ്പോസിറ്റ് ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. Scheduled bank. A scheduled bank is included in the second schedule of the Reserve Bank of India Act 1934. Reserve Bank of India Act 1934ന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ബാങ്കാണ് ഷെഡ്യൂൾഡ് ബാങ്ക്. കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ് ബൈ എ ബാങ്ക് ഫോർ ഇൻക്ലൂഷൻ ഇൻ ദ ഷെഡ്യൂൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934ന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ബാങ്ക്സ് സർട്ടൺ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ബാങ്ക് കൺസേൺ മസ്റ്റ് ബി ക്യാരിയിങ് ഓൺ എ ബിസിനസ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബിസിനസ് ഓഫ് ബാങ്കിങ് ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു ബാങ്ക് ആയിരിക്കണം. സെക്കൻഡ് വൺ ഇസ് ദ ബാങ്ക് മസ്റ്റ് ഹാവ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഓഫ് ആൻ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് നോട്ട് ലെസ് ദാൻ ₹5 lakhs. അതായത് ബാങ്കിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും റിസർവും കൂടി അതിൻ്റെ അഗ്രിഗേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 5 lakhsൽ കുറയാൻ പാടില്ല. തേർഡ് വൺ ഇസ് it must satisfy Reserve Bank of India that its affairs are not being conducted in a manner detrimental to the interest of the depositor. അതായത് ഈ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സാറ്റിസ്ഫൈ ചെയ്യണം ദാറ്റ് ഡെപ്പോസിറ്ററിൻ്റെ ഇൻട്രസ്റ്റിന് ഡെട്രിമെൻ്റൽ ആയിട്ടല്ല ഈ ബാങ്ക് അതിൻ്റെ അഫയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത്. Next one is non-scheduled bank. Bank which is not included in second schedule of the Reserve Bank of India Act 1934 is known as non-scheduled bank. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934ന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്ത ബാങ്ക്സ് ആണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. നെക്സ്റ്റ് ബാങ്ക് is ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് are also called investment banks and it is primarily meant to cater to the financial needs of the industrial undertakings. Industrial banks provide medium-term and long-term credit to industries for the purchase of machinery, equipment, etc. അതായത് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഇസ് ഓൾസോ നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് ആൻഡ് അതിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിൻ്റെ ഫിനാൻഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിന് മെഷീനറിയും എക്യുപ്മെൻറ്റും ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി മീഡിയം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ബാങ്ക് ഇസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. Cooperative banks is another component of the Indian banking system and it is originated with the enactment of the Cooperative Credit Societies Act of 1904. The act provided for the establishment of credit societies for financing agriculturists. Under the act, a number of cooperative credit societies were started. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു കമ്പോണൻ്റ് ആണ്. ആൻഡ് അത് ഒറിജിനേറ്റ് ചെയ്തത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1904ൻ്റെ എനാക്ട്മെൻറ്റോട് കൂടിയാണ്. ആൻഡ് ഈ ആക്ട് പ്രകാരം അഗ്രികൾച്ചറിസ്റ്റിനെ ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചറിസ്റ്റിനെ ഫിനാൻസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ ആക്ട് പ്രകാരം ക്രെഡിറ്റ് സൊസൈറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് ഈ ആക്ട് പ്രകാരം
എ നമ്പർ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. The Cooperative Credit Societies Act 1912 provided for the establishment of cooperative central banks by a union of primary credit societies, and Cooperative Credit Societies Act 1912 എ യൂണിയൻ ഓഫ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് വഴിയുള്ള കോപ്പറേറ്റീവ് സെൻട്രൽ ബാങ്ക്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്തു. അതായത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ഒരു യൂണിയൻ കോപ്പറേറ്റീവ് സെൻട്രൽ ബാങ്ക്സ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1912 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തു. The cooperative banking structure in India is a pyramid type of a three-tier structure comprising ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചർ ഒരു പിരമിഡ് ടൈപ്പാണ് ആൻഡ് അതിൽ 3 ടയർ ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അറ്റ് ദ വില്ലേജ് ലെവലിലെ പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, ആൻഡ് ദെൻ സെക്കൻഡ് വൺ ഇസ് ഡിസ്ട്രിക്ട് ഓർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് ഓർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ആൻഡ് തേർഡ് വൺ ഇസ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അറ്റ് ദ സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ. Next bank is agricultural banks. Agricultural banks provide finance to agricultural purpose. In most of the countries, agricultural banks are formed on cooperative basis. In India, there are 2 types of agricultural banks formed on cooperative basis, such as agricultural cooperative banks and land development banks. Agricultural cooperative banks generally provide short-term loans, and land development banks provide long-term loans to agriculturists. സോ അഗ്രികൾച്ചറൽ ബാങ്ക്സ് അഗ്രികൾച്ചറൽ പർപ്പസസിന് വേണ്ടിയാണ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് അഗ്രികൾച്ചറൽ ബാങ്ക്സ് ഫോം ചെയ്തിരിക്കുന്നത് കോപ്പറേറ്റീവ് ബേസിസിലാണ്. ഇന്ത്യയിൽ 2 ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്ക്സ് ആണ് കോപ്പറേറ്റീവ് ബേസിസിൽ ഫോം ചെയ്തിട്ടുള്ളത്. ദേ ആർ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇതിൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ജനറലി ഷോർട്ട് ടേം ലോൺസ് ആണ് അഗ്രികൾച്ചറിസ്റ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്, ആൻഡ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ലോങ് ടേം ലോൺസ് ആണ് അഗ്രികൾച്ചറിസ്റ്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. To meet the credit needs of rural people, the government of India set up regional rural banks all over the country. It is set up in accordance with the recommendations of the Banking Commission in 1972. അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക്സ് റൂറൽ പീപ്പിളിൻ്റെ ക്രെഡിറ്റ് നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഓൾ ഓവർ ദ കൺട്രി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തത്. ആൻഡ് ഇത് സെറ്റപ്പ് ചെയ്തത് ബാങ്കിങ് കമ്മീഷൻ്റെ 1972 ബാങ്കിങ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് അനുസരിച്ചാണ്. The balance portion of classification of banks will be discussed in the next lecture. Thank you.